കേരളത്തെ നടുക്കിയ നരബലി നടന്ന പത്തനംതിട്ട ഇലന്തൂരിന് ഏറെ അകലെയല്ല മലയാലപ്പുഴ എന്ന സ്ഥലം. അവിടെ നിന്നും ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത കേട്ടു. മന്ത്രവാദ കേന്ദ്രത്തിൽ തടവിൽ പാർപ്പിച്ചിരുന്ന 2 സ്ത്രീകളെയും കുട്ടിയെയും മോചിപ്പിച്ചു. വാസന്തി മഠം എന്നറിയപ്പെടുന്ന മന്ത്രവാദ കേന്ദ്രത്തിലാണ് മന്ത്രവാദിനി ശോഭനയും ഭർത്താവും ചേർന്ന് കുടുംബത്തെ തടവിൽ പാർപ്പിച്ചിരുന്നത്. സംഭവത്തിന് പിന്നാലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മന്ത്രവാദ കേന്ദ്രം അടിച്ചു തകർത്തു. പത്തനംതിട്ട മലയാലപ്പുഴയിലെ മന്ത്രവാദ കേന്ദ്രമായ വാസന്തി മഠത്തിലാണ് പത്തനാപുരം സ്വദേശികളായ ഒരു കുടുംബത്തിലെ 2 സ്ത്രീകളെയും ഒരു കുട്ടിയെയും പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 15 ദിവസമായി വീടിനുള്ളിൽ ഉണ്ടായിരുന്ന കുട്ടിയുടെ കരച്ചിൽ കേട്ട് എത്തിയ നാട്ടുകാരും CPM പ്രവർത്തകരുമാണ് കുടുംബത്തെ മോചിപ്പിച്ചത്. ജനലിന്റെ വാതിക്ക് നിന്നുകൊണ്ട് കുഞ്ഞും ഇവർ 3 പേര് 3 സ്ത്രീകളുടെ ഭയങ്കര അലറി വിളിച്ച് രക്ഷിക്കണേ ആരെങ്കിലും വരണേന്ന് പറഞ്ഞ് അലറി വിളിച്ചത്. അങ്ങനെയാണ് നമ്മൾ വന്നപ്പോഴാണ് അറിയുന്നത് ഇവരെ പൂട്ടിയിട്ടേക്കുവാണെന്നും കഴിഞ്ഞ 15 ദിവസമായിട്ട് ഇവരെ ഇതിനകത്ത് പൂട്ടിയിട്ടേക്കുവാണ്. നേരത്തെ മന്ത്രവാദ കേസിൽ ജയിലിലായിരുന്ന മന്ത്രവാദിനി ശോഭനയും വീട്ടിനുള്ളിൽ പൂട്ടിയിരുന്ന പത്തനാപുരം സ്വദേശി ശുഭയുടെ ഭർത്താവും തമ്മിൽ ജയിലിൽ വെച്ചുള്ള പരിചയമാണ് ഇവിടെ എത്താൻ കാരണം. ശുഭയുടെ ഭർത്താവ് അനീഷ് ജോണിനെ മോചിപ്പിക്കാൻ മന്ത്രവാദിനി പണം നൽകിയതിലുള്ള സാമ്പത്തിക തർക്കമാണ് കുടുംബത്തെ പൂട്ടിയിടാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവർക്ക് വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണനും ശോഭനയും കൂടെ പ്രതികളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ശോഭനയും കൂടെ ജയിലിൽ നിന്ന് ഇറങ്ങിയ അനീഷ് ജോണിനെയും ഭാര്യയായിട്ടുള്ള ശുഭ, ഭാര്യയുടെ അമ്മയായിട്ടുള്ള എസ്തേർ, മകളായിട്ടുള്ള ലിയ 8 വയസ്സുള്ള ലിയ, ഇത്രയും പേരെയും ഇവിടെ ജനുവരി താമസിപ്പിക്കുകയായിരുന്നു. ഒരു സ്നേഹോദ്യോഗം തന്നെ താമസിക്കുകയായിരുന്നു. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് അവരെ ജയിലിൽ നിന്ന് ഇറക്കാനും മറ്റും നൽകിയ പൈസ വെച്ചും മറ്റും ഒരു മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കുന്നുണ്ടായിരുന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. സംഭവം വിവാദമായതോടെ CPM പ്രവർത്തകർ മന്ത്രവാദ കേന്ദ്രം അടിച്ചു തകർത്തു. ശോഭനയെ മലയാലപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 6 മാസം മുമ്പ് അറസ്റ്റിലായ ശോഭന ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് വീണ്ടും മന്ത്രവാദ ക്രിയകൾ ആരംഭിച്ചത്. ന്യൂസ് 18 പത്തനംതിട്ട.